പറയുന്ന സമർപ്പണങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സമർപ്പണങ്ങളൊക്കെ മേടിച്ച് പണ്ട് തഴഞ്ഞ ആൾക്കാരെ കുറിച്ചൊന്ന് പഠിക്കണം. എന്നുവെച്ചാൽ മേലാറ്റൂഴിയിൽ മണിയൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു, വിശ്വാസിയല്ല. 2 ഏക്കർ അടുപ്പിച്ച് സ്ഥലം ഉണ്ടായിരുന്നു. 2 ഏക്കറിന് സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്. ഒരു വലിയ ആറ്, ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു ആറ്, വലിയ ആറാണ്, ഒരുപാട് താഴ്ചയുള്ള ഒരു ആറ്. ആ ആറിൻ്റെ ഇരുവശത്തായിട്ടാണ് ഈ 2 ഏക്കർ ഭൂമി കിടക്കുന്നത്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ നല്ലൊരു ആത്മീയ പ്രസ്ഥാനത്തിന് ഇത് സമർപ്പിച്ചിട്ട് അവിടെ ജീവിച്ചു പോവുക, അതാണ് പുള്ളി ആഗ്രഹിച്ചത്. ആ വസ്തു എന്ന് പറഞ്ഞാൽ ഇവർ അദ്ദേഹത്തിൻ്റെ ഇത് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് 25 ഏക്കറിൽ താമസിപ്പിച്ച് ഈ കൃഷിയുടെയൊക്കെ ഒരു മേൽനോട്ടം കൊടുത്തു. എന്നിട്ട് കുറേശ്ശെ പുള്ളീനെ തഴയാൻ തുടങ്ങി. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ സമർപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറയും. പുതിയ ആൾക്കാർ സമർപ്പിക്കും, അപ്പോൾ അതിൻ്റെ പുറകെ പോകും. അങ്ങനെ വസ്തുക്കൾ കൈപ്പിടിയിലായെന്ന് കണ്ട ഇവർ പയ്യെ ആ വ്യക്തികളെ തഴയാൻ തുടങ്ങും. അങ്ങനെ തഴയപ്പെട്ട് പുള്ളി ഒരു ദിവസം കുർഡാനടിച്ച് ഈ 25 ഏക്കറിൽ മരിച്ചു കിടക്കണതാണ്. അന്ന് ഞാൻ സെക്യൂരിറ്റിയുടെ മാനേജറാണ്. ഇപ്പം മനസ്സിലായി. പുള്ളി മരണപ്പെട്ടാണോ കൊല്ലപ്പെട്ടാണോ എന്ന് ആ പുള്ളിയുടെ ബന്ധുക്കൾക്ക് പോലും സംശയം ഉണ്ടായിരുന്നു. കാരണം ബന്ധുക്കൾക്ക് പോലും 1 സെന്റ് ഭൂമി കൊടുക്കാതെയാണ് അദ്ദേഹം ആശ്രമത്തിന് സമർപ്പിച്ചത്. അവസാന കാലത്ത് ഇദ്ദേഹത്തെ തഴയപ്പെട്ടപ്പോൾ ഇദ്ദേഹം ഈ ഭൂമി തിരിച്ചു ചോദിച്ചു ആശ്രമത്തിൻ്റെ. ആശ്രമത്തിലെ ആൾക്കാർ, ഗുരുരത്നൊക്കെയല്ലേ ആൾക്കാർ, അധികാര വൃന്ദങ്ങളെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം കുരുടാനടിച്ച ആത്മഹത്യയാക്കി മാറ്റി. മനസ്സിലായി. അദ്ദേഹത്തിന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കണ്ടല്ലോ, ആർക്കാണ് കൊടുക്കേണ്ടത്? അപ്പോൾ അതുപോലെയുള്ള സമർപ്പിക്കുന്നവർ സൂക്ഷിച്ചും കണ്ട് സമർപ്പിച്ചാൽ അവനോട് കൊള്ളാം. അതേസമയത്ത് എന്തെങ്കിലും നിങ്ങൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് ആശ്രമത്തിന് കിട്ടത്തക്ക രീതിയിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ മരണശേഷമാണ് ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊന്നിട്ട് അവരെടുത്തോളൂ. മനസ്സിലായോ? അതേസമയത്ത് ഒരു 50 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള കീടങ്ങൾ, ഈ അമൃതാജന്യ അടക്കമുള്ള കപടഗുരുവും കീടങ്ങളും മാറിപ്പോയിട്ട് നല്ലൊരു സിസ്റ്റം വരും ആശ്രമത്തിൻ്റെ. അപ്പം അന്ന് ആ സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാം. നല്ല കുഞ്ഞുങ്ങൾ വന്നിട്ട് ആ കുഞ്ഞുങ്ങൾ ഭരിക്കൂ. മനസ്സിലായോ? നന്മയുള്ള കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർക്ക് ഭരിക്കുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റുക. ഇവരിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അട്ട എന്താ ചെയ്യുന്നത്? സാധാരണ എവിടെയെങ്കിലും ഒരു ശരീരത്തിൽ സ്വന്തമായിട്ട് പണിയെടുക്കത്തില്ല. ഏതെങ്കിലും ഒരു ശരീരത്തിൽ കയറിയിരുന്ന് അത് കടിച്ച് ബ്ലഡ് കുടിച്ച് മത്ത് പിടിച്ച് ആവശ്യത്തിൽ കൂടുതൽ ബ്ലഡായിട്ട് ചിലപ്പോൾ അത് പൊട്ടി ചത്തുപോകും ബ്ലഡ് കുടിച്ചിട്ട്. അല്ലെങ്കിൽ അത് ഉരുണ്ട് എവിടെയെങ്കിലും വീണ് കുറേ നാളത്തേക്ക് പിന്നെ ഇനി ഒന്നും വേണ്ട. പക്ഷേ അട്ടേനെ പോലെയല്ല ഇവർക്ക് എത്ര കിട്ടിയാലും ആക്രാന്തം മാറില്ല. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇയാളുടെ ഇത് കണ്ടപ്പോൾ